ലോകകപ്പിങ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാട്ടിലെങ്ങും ഫുട്ബോൾ പ്രേമികളെ കൊണ്ട് നടക്കാൻ വയ്യാത്ത സ്ഥിതി. അങ്ങനെ ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുരുക്കത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലൂടെ യാത്ര ചെയ്തു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച, ഇവിടെ അർജൻറ്റീനയുടെ ആരാധകരുണ്ട്, ജർമ്മനിയുടെ ആരാധകരുണ്ട്, ബ്രസീലിൻ്റെ ആരാധകരുണ്ട്. അങ്ങനെ എല്ലാ ക്ലബ്ബുകളുടെയും ആരാധകർ ഇവിടെ ഉണ്ട്, എല്ലാ രാജ്യങ്ങളുടെയും ആരാധകർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കും കുറേ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരോട് പറയാനുണ്ട്. അത് എന്താണെന്നല്ലേ അവരോട് ചോദിക്കാം. വാ. നമ്മൾ ശില്പം ചെയ്തിട്ടുള്ളത് തെർമോക്കോൾ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ശില്പത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മറഡോണേനെ ചെയ്തത് 7.5 അടി, മറ്റേത് 8 അടി. രണ്ട് ചെറിയ ഡിഫറൻസിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാണ് രണ്ട് ഹൈറ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുരുക്കത്തൂർ ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലാണ് ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന ഒരുപറ്റം ആളുകൾ ഉള്ളത്. നമുക്ക് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. സരളയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ആ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ആഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ജർമ്മനിക്കാരുണ്ട്, അർജൻറ്റീനക്കാരുണ്ട്, ബ്രസീലുകാരുണ്ട്. അപ്പോൾ എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് ജർമ്മനിയുടെ ആരാധകനോട് ചോദിക്കാം. ജർമ്മനിക്ക് അംഗബലം കുറവാണല്ലോ. ഇല്ല, ഞങ്ങളൊരു മോശമില്ല. ഞങ്ങൾ നല്ല ആളുകളുണ്ട്. ഇപ്പോൾ 4 ആളുകൾ ഇതിൽ എത്തിപ്പെടാറുണ്ട്. ഞങ്ങൾ ആപ്പാടെ 2-3 ആളുകൾ നിന്നിപ്പോൾ പിന്നെ ജർമ്മനിയുടെ കരുത്തും കളിയും കണ്ടിട്ട് ആവേശം മൂത്ത് ആരാധകർ കൂടി വരികയാണ്. ഞങ്ങൾ ഈ നാട്ടിൽ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ആരാധകർ ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പം കുറച്ച് കുട്ടി ആരാധകരെ ഇവിടെ കാണാൻ കഴിയും. ബ്രസീലിന്റെ ആരാധകർ, നിങ്ങളെല്ലാം ബ്രസീലിന്റെ ബ്രസീലിന്റെ ഫാനാണോ? ബ്രസീലിനെ ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? നെയ്മറിനെയാണോ ഇഷ്ടം? അങ്ങനെ ഞങ്ങൾ അർജന്റീനക്കാരും വിട്ടുകൊടുക്കില്ല. അർജന്റീന ഫാൻസ് ഉണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ആരെയാ? ആരെ ഇഷ്ടം? മെസ്സിയാണോ ഇഷ്ടം? മെസ്സി ഫാനാണ് ഇവരെല്ലാം. അർജന്റീനക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്, ബ്രസീലുകാരാണോ ഉള്ളത്? അത് അർജന്റീനക്കാർ തന്നെയാണ്. പിന്നെ അതിനോട് കടപിടിച്ചുകൊണ്ട് ബ്രസീലുണ്ട്. ജർമ്മനിയും കുഴപ്പമില്ലാത്ത ആരാധകർ ഇവിടെ ഉണ്ട്. ഇത്തവണ കപ്പ് കിട്ടുമോ? ഒരു പ്രാവശ്യം തോക്കും. ഞാൻ എന്തായാലും തോക്കുന്നുള്ള കപ്പ് ബ്രസീൽ. പിന്നെ കുറച്ച് ചെറുപ്പക്കാരും കൂടി ഉണ്ട്, അവരോടും കൂടെ ചോദിക്കാം. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ജർമ്മനി കപ്പ് കൊണ്ടുപോകും? ഞങ്ങൾ 100% പ്രാവശ്യം ജർമ്മനി കപ്പടിക്കും. ഞാൻ അർജന്റീനയും ബ്രസീലിനെയും പേടി സ്വപ്നമാണ് എല്ലാ കാലത്തും ജർമ്മനി. അപ്പോൾ ജർമ്മനിക്ക് ഇവിടെ കൂടുതൽ ആരാധകരുണ്ട്. ഇതാണ് സെറ്റാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം കപ്പടിക്കാൻ പോകുന്നത് ജർമ്മനിയാണ്. അപ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരും ഈ കുട്ടികളും ഉള്ളത്. അപ്പോൾ ജർമ്മനിയുടെ ഫാൻസ്, അർജന്റീനയുടെ ഫാൻസ്, ഒപ്പം തന്നെ ബ്രസീലിൻ്റെ ഫാൻസുകാരെല്ലാം തന്നെ ഉണ്ട്. അവർ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അജി കുഞ്ഞുമോ, 24 കോഴിക്കോട്.